ഡിസംബർ 18 വ്യാഴാഴ്ച. മത്തായി 1:18 മുതൽ 24 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ക്രിസ്മസ് ക്രിബിന് മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രതിമയിൽ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ അമ്മ അവൻ്റെ തോളിൽ തട്ടി ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ വിശുദ്ധ ഔസേപ്പിനെ ഇത്രയധികം നോക്കുന്നത്? നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ ആ കുട്ടി പറഞ്ഞു, അമ്മേ, വിശുദ്ധ ഔസേപ്പ് എത്ര മഹത്തരമായ വ്യക്തിയായിരുന്നു അല്ലേ? ലോകത്തിലെ ഏറ്റവും വിശുദ്ധരായ 2 വ്യക്തികളുമായി, ദൈവപുത്രനായ യേശുവുമായും പരിപാവനമായ അവിടുത്തെ അമ്മയായ മറിയവുമായും വളരെ അടുത്തായിരിക്കാനുള്ള ബഹുമതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കുന്നതിനുള്ള മനോഹരമായൊരു കാഴ്ചയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില പ്രധാന ഗുണങ്ങൾ പഠിക്കാം. 1, വിശുദ്ധ ഔസേപ്പ് എപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദത്തിനായി ശ്രദ്ധയും അനുസരണയും ഉള്ളവനായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം മാലാഖയെ ശ്രദ്ധിച്ച് അനുസരണയോടെ മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. അപകടഘട്ടങ്ങളിൽ അദ്ദേഹം മാലാഖയെ ശ്രമിച്ച് അനുസരണയോടെ അമ്മയെയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി. സംശയത്തിൻ്റെ നിമിഷങ്ങളിൽ അദ്ദേഹം മാലാഖയെ കേട്ട് അനുസരണയോടെ നസ്രത്തിലെ വിശുദ്ധ കുടുംബത്തെ താമസിപ്പിച്ചു. ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുന്നതാണ് വിശുദ്ധി. അവൻ ആഗ്രഹിക്കുന്നിടത്തോളവും എപ്പോൾ ചെയ്യുന്നതും. 2, യേശുവിനോടും മറിയത്തോടുമുള്ള സ്നേഹം വിശുദ്ധ ഔസേപ്പ് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വെളിപാട് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ദൈവിക പദ്ധതിയിൽ തൻ്റെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിന് യേശുവിനോടും മറിയത്തോടും വലിയ പ്രതിബദ്ധതയും സ്നേഹവും ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവർ തൻ്റേതാണെന്നും താൻ അവരെ സംരക്ഷിക്കുമെന്നും അവരെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമെന്നും അവൻ തീരുമാനിച്ചു. 3, വിനയം എന്നത് വിശുദ്ധ ഔസേപ്പിൽ നിന്ന് പ്രസരിപ്പിക്കപ്പെട്ട ഒരു പുണ്യമാണ്. വിശുദ്ധ ഔസേപ്പിന് അപമാനത്തിൻ്റെയും നിരാശയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും നിരവധി നിമിഷങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ എളിമയിൽ ആ നിമിഷങ്ങളിലെല്ലാം അദ്ദേഹം ദൈവത്തോട് സത്യസന്ധത പുലർത്തി. 4, രക്ഷാകര പ്രവർത്തനത്തിൻ്റെ അത്ഭുതകരമായ വേലയിൽ നിശബ്ദ പ്രവർത്തകൻ ആവുന്നതിൽ വിശുദ്ധ ഔസേപ്പിന് സംതൃപ്തി ഉണ്ടായി. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലും, ദുഃഖകരമെന്ന് പറയട്ടെ, സഭയുടെ ശുശ്രൂഷകളിൽ പോലും ബഹുമാനവും സ്ഥാനവും പ്രശസ്തിയും നേടുന്നത് വില കുറഞ്ഞ ലക്ഷ്യങ്ങളായി മാറുന്ന നമ്മുടെ ലോകത്തിന് വിശുദ്ധ ഔസേപ്പിതാവ് ഒരു ശക്തമായ വെല്ലുവിളിയാണ്. ദൈവഹിതത്തോടുള്ള അനുസരണത്തിൽ വളരാൻ വിശുദ്ധ ഔസേപ്പ് നമ്മെ ക്ഷണിക്കുന്നു. കൃത്യതയോടും സന്തോഷത്തോടും കൂടി യേശുവിനോടും പരിശുദ്ധ കന്യാമറിയത്തോടും ആഴമേറിയതും ആർദ്രവുമായൊരു വാത്സല്യം വളർത്തിയെടുക്കാനും അവരുമായി അടുത്തിടപഴകാനും ശുദ്ധവും വിശുദ്ധവുമായൊരു ജീവിതം നയിക്കാനും നമുക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മഹത്വം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. അവിടത്തെക്കുറിച്ച് ഈ ക്രിസ്മസ് അവസരത്തിൽ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി വിശുദ്ധ ഔസേപ്പിനോട് കൂടുതൽ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ
Paulachon, CSSR from Kerala.